6-ാം ദിവസം ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിലേക്ക് എത്തപ്പെട്ട ബസൂക്ക എന്ന് പറയുന്ന ചിത്രം ഇന്ന് എങ്ങനെ പോകുന്നു എന്നും അതോടൊപ്പം തന്നെ ഇതുവരെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ നേടാൻ പറ്റിയെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5 ദിവസത്തെ ചിത്രത്തിൻ്റെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 3,23,00,000 രൂപ, രണ്ടാമത്തെ ദിവസം 2,19,00,000 രൂപ, മൂന്നാമത്തെ ദിവസം 1,77,00,000 രൂപ, നാലാമത്തെ ദിവസം 1,71,00,000 രൂപ, 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച 1,57,00,000 രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. അങ്ങനെ സിനിമ ടോട്ടൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 10,47,00,000 രൂപ കേരളത്തിൽ നിന്നും മാത്രം നേടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും സിനിമയ്ക്ക് 5 ദിവസങ്ങൾ കൊണ്ട് നേടാൻ സാധിച്ചത് 1,24,00,000 രൂപ. അങ്ങനെ സിനിമയ്ക്ക് ആകെ 5 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 11,70,00,000 രൂപ നേടാൻ സാധിച്ചു. എന്നാൽ 6-ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നറിയാൻ കാത്തിരിക്കുന്നവരാണല്ലോ കൂടുതൽ പേരും. ഇന്ന് ചൊവ്വാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ പല ഷോകൾക്കും പകൽ ഷോകൾക്ക് വലിയ കാര്യമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇന്ന് കാണാൻ സാധിച്ചിട്ടില്ല. വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ അങ്ങനെയാണ്. ഓഫ് ഡേ ദിവസങ്ങളെ അപേക്ഷിച്ച് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കുറയും. പിന്നെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് ആൻഡ് നെഗറ്റീവ് റിപ്പോർട്ടൊക്കെ വന്നത് സിനിമയുടെ കളക്ഷനെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ഈവനിങ് ആൻഡ് നൈറ്റ് സമയമാവുന്ന സമയത്ത് ഈ ഒരു ദയനീയ അവസ്ഥ പിക്കായി വരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഭേദപ്പെട്ട കളക്ഷൻ നേടാൻ സാധിച്ചു. ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് കുറച്ചും കൂടെ ക്രൗഡ് കാര്യങ്ങളെല്ലാം കൂടി പിക്കായി വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ചൊവ്വാഴ്ച ഇന്നത്തെ മോർണിംഗ് ഷോകളും മാറ്റിനി ഷോകളെല്ലാം ബസൂക്കയായിട്ട് നോക്കുന്ന സമയത്ത് ചൊവ്വ ടെസ്റ്റ് ഈ സിനിമ ഇതുവരെയും പാസ്സായിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.